Morning, Divya. Very good morning. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുതിരപ്പുറത്ത് കയറുന്നോ രാവിലെ? കുതിരപ്പുറത്ത്, കാരണം നിങ്ങൾ വന്നത് കുതിരപ്പുറത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങളും വലിയൊരു ആവേശത്തിലാണ്. കാരണം ഭാവിയിൽ നമ്മളെല്ലാം കുതിരപ്പുറത്ത് സഞ്ചരിക്കേണ്ടി വരും. ഇന്ധനവില വലിയ വർധനവിലാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അരുൺജി തന്നെ കുതിരപ്പുറത്ത് തന്നെ കയറി വന്നത് ദീർഘവീക്ഷണത്തോടു കൂടിയാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ജാക്കി ഇവിടെ നിൽക്കൂ, ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് വരാം അല്ലേ? അപ്പൊ ശരി, ഞങ്ങൾ നല്ല ചൂടാന്ന് തോന്നുന്നു അല്ലേ? മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ഉണ്ട്, എല്ലാ ചൂടും ഉണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചൂടും ഉണ്ട്, പൊതുവെയുള്ള ചൂടും ഉണ്ട്. ക്യാമ്പയിൻ ആരംഭിച്ചോ? ഇന്നലെ റോഡ് ഷോ തുടങ്ങി. പിന്നെ പാർട്ടി നേരത്തെ റോഡ് ഷോയിൽ വളരെ വൈകാരികമായ രംഗങ്ങളൊക്കെ കണ്ടു. നിങ്ങളൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. കാരണം ഞാൻ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് എന്നെ കേട്ടറിഞ്ഞ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർ ചാനലിലൂടെയൊക്കെ കേട്ടറിഞ്ഞത് കണ്ടറിഞ്ഞിരുന്ന ഒരു രമ്യ ഹരിദാസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അവരെന്നെ നേരിട്ടറിഞ്ഞ രമ്യ ഹരിദാസാണ്. അപ്പം അതിൻ്റെതായിരിക്കുന്ന ഒരു സ്നേഹവും കരുതലും എന്തായിരുന്നാലും കൂടുമെന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു രമ്യ ഹരിദാസിന് മാത്രമാണ് ഈ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് ചെല്ലുന്ന സമയത്ത് പേര് തെറ്റുകയും അതിനുശേഷം ഒരു അഭിനന്ദനം കിട്ടുകയും ചെയ്യുന്നു. പാർലമെന്റിൽ രമ്യ ഹരിദാസിനെ സ്പീക്കറാണോ വിശേഷിപ്പിച്ചത്? സ്പീക്കർ ആദ്യത്തെ പിന്നെ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തിരുത്തി പറഞ്ഞു, എനിക്ക് അറിയാം രമ്യ ഹരിദാസിനെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഏറ്റവും ജനകീയമായ ബ്ലോക്ക്, അതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതെ. അപ്പോ രമ്യ ഇത്തവണ ആലത്തൂരിൽ മത്സരിക്കുന്ന സമയത്ത് രമ്യയുടെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടും എന്നാണ്. രമ്യക്ക് കോൺഫിഡൻസ് തന്നെ ആയിരിക്കും. 100% ഉറപ്പാണ്. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ എന്നെ കണ്ടും കേട്ടും അറിഞ്ഞ് എന്നെ സഹായിച്ചവരും പിന്തുണച്ചവരുമാണ് എങ്കിൽ ഇത്തവണ എന്നെ നേരിട്ടറിഞ്ഞ് എന്നെ സഹായിക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പിന്തുണ നൽകുന്നവരാണ്. ചേച്ചി ചേട്ടാ. ഓക്കെ, അപ്പോൾ അങ്ങനൊരു വലിയ കാര്യമുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഇത്തവണ ഈ ആദ്യമായിട്ട് പാർലമെന്റിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ പാർലമെന്റിൽ. കാര്യം ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നേരെ പോകുന്നത് പാർലമെന്റിലേക്കാണ്. അവിടെ ചെന്ന് 5 വർഷം പ്രവർത്തിക്കുന്നു, അതിനുശേഷം വീണ്ടും അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനായിട്ട് തിരിച്ചു വരുന്നു. ഒന്നുകിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടണം. കോൺഫിഡൻസ് കൂടിയോ കുറഞ്ഞു? കാരണം എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ആലത്തൂർ മണ്ഡലംകാരാണ്. ആ കോൺഫിഡൻസിൻ്റെ ലെവല് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഏറ്റവും സാധാരണക്കാരനും ഏറ്റവും നിഷ്കളങ്കരുമായി സ്നേഹിക്കാൻ അറിയുന്ന, നമ്മളെ ഒരു മകളായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും പോരായ്മ വന്നാൽ അവിടെ കൂടെ നിൽക്കുന്നത് നമ്മളെ മണ്ഡലത്തിലുള്ളവരാണ്. എൻ്റെ അമ്മമാർ, എൻ്റെ സഹോദരന്മാർ, ഈ നിൽക്കുന്നവരെല്ലാം. അപ്പം അവർ നൽകുന്ന ഒരു പിന്തുണ, അത് നമ്മളെ കോൺഫിഡൻസ് അങ്ങ് കൂടി വരികയാണ് ചെയ്യുന്നത്. രമ്യ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനും അപ്പുറം രമ്യ എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ടല്ലോ, ആ ലീഡർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് MP ആവുമ്പോൾ എന്തും മാറ്റം വരുന്നുണ്ടായിരുന്നു? കാരണം ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നമുക്ക് ഒരു അവസരം നൽകിയപ്പോൾ ഏറ്റവും വലിയ സന്തോഷത്തിൽ, കാരണം യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കന്ന് 3 പേർക്കാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിനകത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടി ബ്ലോക്കിലേക്ക് അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ അന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ബ്ലോക്കിലേക്കും എന്നെ ആളുകൾ തെരഞ്ഞെടുത്ത് അയച്ചത്. അതിനുശേഷം ഭരണം കിട്ടിയപ്പോൾ പാർട്ടിയും മുന്നണിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് MP രാഘവേട്ടൻ വളരെ ജനകീയമായ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ദൈനംദിനമായിട്ടുള്ള എല്ലാ പദ്ധതികളുടെ അവലോകനത്തിനകത്തും ബ്ലോക്കിൽ നടത്തുന്ന അവലോകനങ്ങളും നടത്തുന്ന പ്രോഗ്രാമിനകത്തൊക്കെ രാഘവേട്ടൻ്റെ ഒരു സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകാം. ഒരു പൊളിറ്റിക്കൽ ബെൻഡർ. അതെ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, ഒരിക്കലുമില്ല, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഘവേട്ടൻ തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ധാരണയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയൊക്കെ അറിയാം. മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന റൂട്ട് അറിയാം. അതെ, റൂട്ട് അറിയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധിയായി പാർലമെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ന മേഖലകളൊക്കെയാണ്, ഇന്ന രീതിയിലാണ് ഇതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു അത് ഭയങ്കര ഗുണമായി. സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. അതെ. അപ്പൊ ചായ കുടിച്ചാലോ? പിന്നെ വിത്തൗട്ടാണോ? കട്ടൻ ചായ. പരിപ്പോടെ വേണോ? പരിപ്പോടെ ആവാലോ. കണ്ടോ, രാവിലെ ഡബിൾ പവറായി. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും പരിപ്പോടെ ആവുന്നതേ ഉള്ളൂ. ചേട്ടാ, ഒരു കട്ടൻ ചായ വേണം. അപ്പോൾ രമ്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്കും കട്ടൻ ചായ മതി. അപ്പോൾ 2 കട്ടൻ ഇട്ടോ. കട്ടന് കടുപ്പം ലേശം മതി അല്ലേ? കുഴപ്പമൊന്നുമില്ല, എല്ലാ കടുപ്പത്തിലും നമ്മൾ നേരിടും എന്നുള്ളതാണ്. അപ്പോൾ 2 കട്ടൻ ചായ എനിക്കും രമ്യക്കും. അപ്പോൾ രമ്യ,
പൊതുവേ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ കൂടി ചൂടുള്ള സമയമാണ്. അപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഒരു പ്ലാൻഡായിട്ട് വേണം ഇറങ്ങാൻ അല്ലേ? ഇനി ഏകദേശം ഒരു 1.5 മാസം ചെറിയ ടെൻഷനും ഒക്കെ ഉണ്ടാവും. മത്സരിക്കാൻ വരുന്നത് കെ രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ തവണ പി കെ ബിജു ആയിരുന്നു. 2 തവണ മണ്ഡലത്തിൽ വിജയിച്ച ആളെ അട്ടിമറിച്ചാണ് പോകുന്നത്. അപ്പോൾ കെ രാധാകൃഷ്ണൻ വരുന്ന സമയത്ത് ഒരു ടെൻഷനുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ജനാധിപത്യമാണല്ലോ ഇത്. അപ്പം ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ കാര്യമില്ല. കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മണ്ഡലംകാരും എൻ്റെ കുടുംബാംഗങ്ങളുമാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കാൻ ആലത്തൂരിൽ നിന്ന് ആരെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അത് രമ്യ ഹരിദാസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് ഒരു സംശയമില്ല. അതുകൊണ്ട് അപ്പുറത്ത് ആരെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയേ ഇല്ല. ഒരു മന്ത്രിയാണ് മത്സരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമേജ് വരാത്തൊരു മന്ത്രിയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രചരണം സാധ്യമല്ല. എന്നാൽ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പെൻഷൻ അടക്കം കർഷകർക്കടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രമ്യ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ഇതിലേതായിരിക്കും പ്രധാനപ്പെട്ട ഫോക്കസ്? കാരണം അപ്പുറത്ത് മത്സരിക്കാൻ വരുന്നത് ഒരു മന്ത്രി എന്ന് പറയുന്ന സമയത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപെടലിൽ, പ്രത്യേകിച്ച് ക്യാബിനറ്റ് ഡിസിഷനൊക്കെ എടുക്കുന്നതിൽ പവറുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളിലും മറുപടി പറയാൻ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് മുഴുവൻ വില വർദ്ധിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ വില വർദ്ധിക്കില്ല എന്നുള്ളതാണ്. അത് എഴുതിയിരിക്കുന്ന ദേശാഭിമാനിക്ക് പോലും വില കൂടി എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരിയും പഞ്ചസാരയും ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ മണ്ഡലംകാർ ഏറ്റവും സാധാരണക്കാരാണ്. വലിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനത്തെ പാചകം ചെയ്ത് ജീവിക്കുന്നതല്ല. പൊതുവെ രമ്യയുടെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ്? രാവിലെ ഒരു ചെറിയ ചായയും കട്ടൻ ചായയും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റും. ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്. അതെന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ചില ഈ ഭാഗത്ത് ചില രസകരമായ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ ചായയും അതേപോലെ തന്നെ നല്ല ദോശയില്ലേ, ദോശയും ചട്നിയും കൂടി, നല്ല മുരിഞ്ഞ ദോശയും ചട്നിയും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാ. അതെ അതെ അതെ. ഒരു പാർലമെന്റിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്യാൻറ്റീനിൽ നല്ല ദോശ കിട്ടും. നമ്മൾ ഇവിടുത്തെ ദോശയല്ലല്ലോ അവിടെ. പാർലമെന്റിനകത്ത് പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷേ പാർലമെന്റിനകത്ത് ഭക്ഷണ രീതി ഒന്നും മാറിയിട്ടില്ല. എം പി ആയിട്ട് ഇപ്പോഴും പാർലമെന്റിനകത്ത് നിന്ന് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ. കടല അരച്ചിട്ടുള്ള ചട്നിയാണോ അതല്ല തേങ്ങാ ചമ്മന്തിയാണോ? തേങ്ങാ ചട്നിയും അതേപോലെ തന്നെ ഒരു മുളക് ചട്നി ഉണ്ട്, സവാളയൊക്കെ ചേർത്ത്. നമ്മൾ അതിന് എന്തോ പറയും, ഈ ഭാഗത്ത് പറയുന്നത് കാന്തി ഇല്ലേ, അങ്ങനെയല്ലേ പറയാ, കാന്തി. അപ്പോ നല്ല കുക്കും കൂടിയാണ്. വേറെയും ഭക്ഷണമുണ്ട്, ഇറച്ചിക്കറി വരെ ഉണ്ട്. എന്താണ്? കുമ്പളങ്ങ ഇറച്ചിക്കറി. അതായത് ചിക്കനകത്ത് കുമ്പളങ്ങ ഇട്ടിട്ട്, ബീഫിനകത്ത് കുമ്പളങ്ങ. അതെ അതെ, ഇവിടെ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ നടക്കുന്ന സമയത്ത് കുമ്പളങ്ങ ഇറച്ചിക്കറിയും ചോറുമാണ്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ്. ഇല്ല, കുമ്പളങ്ങ ഇറച്ചിക്കറിയും ചോറും അത് അടിപൊളിയാണ്. അത് കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിൽ ആ ഉച്ച സമയത്ത് ആ പന്തലിനകത്ത് ചൂടിനകത്ത് നിന്നുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞപ്പോ തന്നെ നാവിൽ വെള്ളം ഊർന്നു അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് അറേഞ്ച് ചെയ്ത് നമുക്ക് വിജയിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ട്രീറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ 100% നല്ല കുമ്പളങ്ങ ഇറച്ചിക്കറി പ്രോമിസ് ആണ്. ഉറപ്പായി ചോറും കുമ്പളങ്ങ ഇറച്ചിക്കറി വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു കഴിയുന്ന ഉറപ്പാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല, കോൺഫിഡൻസ് ആണ്, ഉറപ്പാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറും. നമ്പർ 1. നമ്പർ 2, ഒരു ചോദ്യം ഒന്നുമില്ല, അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ഏറ്റവും സാധാരണക്കാര് കർഷകരാണ് കൂടുതലുമുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങളിപ്പോൾ ഈ വരുന്ന വഴിയിൽ ഹൈവേയുടെ ലേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാ കൊച്ചു കൊച്ചു റോഡുകളും അതിൻ്റെയൊക്കെ സൈഡിൽ ഓരത്ത് പഴയ കളപ്പുരയൊന്നും ഇല്ലല്ലോ. ഇന്ന് അവർ ശേഖരിച്ച് പാടത്തുനിന്ന് കൊയ്തെടുത്തത് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ നിന്നാണ് സപ്ലൈകോയിലേക്ക് മറ്റ് ശേഖരിക്കേണ്ട സാഹചര്യം. അവിടെ മഴ പെയ്തു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ശേഖരിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ശേഖരിച്ചു കഴിഞ്ഞാൽ അടുത്ത വിളവിറക്കാൻ ഇതുത്തെ ലാഭത്തിൽ നിന്നാണ്. അത് ചിലപ്പോൾ ഭാര്യയുടെ അമ്മയുടെയൊക്കെ താലിയൊക്കെ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ലോണുകളൊക്കെ എടുത്തിട്ടായിരിക്കാം ചെയ്തത്. ആ തുക കൊടുക്കാത്തതിൻ്റെ ഉത്തരവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി പറയണം. അതേപോലെ ഏറ്റവും സാധാരണക്കാരൻ പെൻഷനെ ആശ്രയിച്ച്, കാരണം ഇവിടെ കുഴമ്പാണെങ്കിലും കഷായമാണെങ്കിലും ഒരു അലോപ്പതിയിൽ നിന്ന് മരുന്ന് മേടിക്കണമെങ്കിലും കൊച്ചുമക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ വേലയും പൂരമൊക്കെ നടക്കുന്ന സമയത്തും ഈ കൈകളിൽ നിന്നാണ് മുത്തശ്ശിമാർ അമ്മൂമ്മമാർ ഈ തുക കൊടുക്കുക.
ഈ പെൻഷൻ കിട്ടാത്തതിന് മറുപടി പറയണം. അപ്പം 7 മാസത്തോളം പെൻഷൻ കിട്ടാത്തതിന്റെ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ കുടിവെള്ളം അത്രയധികം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ചിറ്റൂര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതെ, അതൊരു വലിയ വിഷയം. കാരണം ഇന്നേക്ക് 9ാം നാളായിട്ടുണ്ടാകും കുടിക്കാൻ വെള്ളം കിട്ടിയിട്ട്. കാരണം അത് ഇറിഗേഷനിൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ വെള്ളം കിട്ടിയോ എന്ന് ഉറപ്പുവരും. നമ്മൾ ഇന്ന് നിന്ന് സംസാരിക്കുന്ന ഈ കുഴൽമന്ദം അതേപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള തേൻകുറിശി ഉൾക്കൊള്ളുന്ന പ്രദേശത്തും സമാനമായിരിക്കുന്ന രീതിയിൽ കുടിവെള്ള ക്ഷാമമുണ്ട്. കൃഷി ചെയ്യുന്നതിനുള്ള വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ 6 ലക്ഷം രൂപയോളം വലിയ നഷ്ടം സംഭവിച്ച് താൻ മഹാലക്ഷ്മിയെ പോലെ കാണുന്ന നെൽമണികളെ കത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അവസാനത്തെ ഒരു ലാപ്പ് വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ പാല് പിടിക്കാന്ന് പറയും നെല്ല് അവസാനം അത് എത്തുന്നതിന് മുൻപ് അത് പതിരായിട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കർഷകൻ അത് തീയിടേണ്ട ഒരു സാഹചര്യം. അയാൾ കരഞ്ഞാണ് പറയുന്നത്, ഞാൻ മഹാലക്ഷ്മിയെ പോലെ കാണുന്ന അന്നമാണ്. ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഇത് ഹൃദയമല്ലന്റെ പാഠമാണ് എന്ന്. അതെ അതെ, അതേ രീതിയിൽ സമാനമായ രീതിയിൽ ഏറ്റവും വലിയ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുന്ന കർഷകനും എന്നുള്ള ഒരു പ്രയാസം അതിനും മറുപടി പറയേണ്ടത് സർക്കാരാണ്. ഇനി തിരിച്ച് രമ്യ ഹരിദാസിനോടുള്ള ഒരു കുഴപ്പിക്കുന്ന ചോദ്യം, എന്ന് ഞാൻ വിചാരിക്കുന്ന ചോദ്യം സിമ്പിൾ ആയിരിക്കുമേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ 17 കോടിയാണ് MP-യുടെ ഫണ്ട് എന്നിരിക്കെ 1734 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി എന്നൊരു ഫ്ലെക്സ് അടിച്ചിട്ട് ഇപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ട് മറുഭാഗം ആളുകൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലെന്താ സംഭവിച്ചത്? അതിലൊന്നും സംഭവിച്ചില്ല. കാരണം വളരെ കൃത്യമായിട്ട് ഒരു ജനപ്രതിനിധി, പാർലമെന്റ് ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഇടപെടലിൽ നടത്തിയിരിക്കുന്ന വികസനങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഫണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം അതിൽ വളരെ കൃത്യമായിട്ട് MP ഫണ്ട് ഏത്, ഇടപെടൽ നടത്തി കൊണ്ടുവന്ന ഫണ്ടുകൾ ഏത്. ഇപ്പം തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിനകത്താണ്. അവിടേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ ആകട്ടെ അതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ 100%. കാരണം എൻ്റെ മെഡിക്കൽ കോളേജിലെ പ്രതിനിധിയായിട്ട് HDS കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനും കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അവിടെ വളരെ കൃത്യതയോട് കൂടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന DPR തയ്യാറാക്കുന്ന ഒത്തിരി ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായിട്ട് മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചിലരെങ്കിലും അതിനകത്ത് അഴിമതി നടത്തിയതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കലക്ടർ നേരത്തെ കണ്ടുപിടിച്ച് കൈയോടുകൂടി ഓഡിറ്റ് നടത്തി 50 ലക്ഷത്തിലധികം തുക കൈയോട് കൂടിയിട്ട് പിടികൂടിയ സാഹചര്യവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മണ്ഡലം 2 ജില്ലകളിലായിട്ടാണ്. 2 ജില്ലകളിലും ഇപ്പൊ ദിശായോഗങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് നമ്മളുടെ കൂടി ഇടപെടൽ മാത്രമേ കൊണ്ടുവന്ന വളരെ 1734 കോടി എന്നുള്ളത് അവിശ്വസിക്കേണ്ടതില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റും. കാരണം അത് ഏത് ജനപ്രതിനിധിയാണെങ്കിലും ഞാൻ എന്നുള്ളതല്ല, മുൻപ് PK ബിജുവും നടത്തിയ സമാനമായിട്ടുള്ള കോടി കൊണ്ടുവന്നു എന്നാണ് പുള്ളിയുടെ ഒരു ക്ലെയിം ഉണ്ടായത്. അപ്പൊ അത് പുള്ളിയുടെ കാലഘട്ടങ്ങളിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ടാവണം. കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നതാണ്, അല്ലാതെ MP ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചു എന്ന് ക്ലെയിം ചെയ്തിട്ടേ ഇല്ല. ഒരിക്കലും ഇല്ല. കാരണം അതിൽ MP ഫണ്ടുകളുടെ വിനിയോഗമായിട്ട് ബന്ധപ്പെട്ടതും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ നമ്മൾ ഇടപെട്ടത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അത് നിയോജകമുള്ള അടിസ്ഥാനത്തിലുള്ളതും അതിൻ്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതിനി താഴെ തട്ടിലേക്ക് പോകുമ്പോഴും ഉണ്ട്. വേറൊരു കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം നമ്മുടെ പ്രദേശം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജ്, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ AP അനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അടൂർ പ്രകാശ് സാറ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വരുന്നത്. ഇന്ന് വരെ സാധാരണക്കാരന്, പ്രത്യേകിച്ച് പാലക്കാടിലെ SC ST വിഭാഗങ്ങളും ഏറ്റവും സാധാരണക്കാരന് ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട മെഡിക്കൽ കോളേജ് ഇന്ന് വരെ അത് ആളുകൾ ഇപ്പോഴും അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, എന്തിനേറെ പറയുന്നു, പറമ്പിക്കുളം അറിയാലോ, അരിക്കൊമ്പനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ 18 അടവും പയറ്റി നോക്കി. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് അരിക്കൊമ്പനെ ഇവിടെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ആ പറമ്പിക്കുളത്ത് നിന്ന് പോലും ആളുകൾ ആശ്രയിക്കുന്നത് ഇപ്പൊ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെയാണ്. അപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാലക്കാടുള്ള എൻ്റെ മണ്ഡലംകാര് തിരൂർ, നമ്മുടെ തരൂര്, ആലത്തൂര്, ചിറ്റൂര്, നെന്മാറ ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോഴും തൃശ്ശൂരിലേക്ക് പോവാണ്. മറ്റു ജില്ലകളിലുള്ളവരുമുണ്ട്. അവർക്ക് പോലും
ഈ മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ ഗുണമാകുമോ ഇല്ലയോ വളരെ പ്രധാനപ്പെട്ട എന്നായിരുന്നു. സംശയമൊന്നുമില്ല. അതിനും സർക്കാർ മറുപടി പറയും. ഒരു കാര്യം കൂടി, ഇപ്പം എനിക്ക് കുറേയധികം അറ്റൻഡൻസ് ശരാശരിയേക്കാൾ കൂടുതലാണ് രമ്യക്ക്. അപ്പം സഭയിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആലത്തൂർ സംശയമൊന്നുമില്ല. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിലൊരു ഇന്നലെ ഞാൻ കേട്ടൊരു വിമർശനം, കർഷകർക്ക് വേണ്ടി രമ്യ ഹരിദാസ് 99 ചോദ്യമാണ് ചോദിച്ചിരുന്നത് അല്ലേ? അപ്പോൾ ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും കർഷകർക്ക് വേണ്ടി ചോദിച്ചില്ല എന്നൊരു വിമർശനം. 300-ലധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് സഭയ്ക്കകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച വിഷയം ഏതെന്ന് ചോദിച്ചാൽ നെൽകർഷകരുടെ ചോദ്യം ഉറപ്പാണ് 100%. എന്തൊരു സംശയമാണ്. കാർഷിക മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഉന്നയിക്കുന്ന വിഷയവും അല്ലെങ്കിൽ ആദ്യവും നമ്മൾ സഭയിൽ കൊണ്ടുവരുന്ന വിഷയവും അതായത് നെൽകർഷകരുടെ. ഇന്നലെ നിങ്ങൾ ചിറ്റൂര പോയെന്നറിയാം. 22 ഹെക്ടറോളം പ്രദേശമാണ് അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട്. അതിൽ 11-12-18ഓളം ഏക്കറാണ് അതിനകത്ത് നെൽകർഷകർ, ക്ഷീര കർഷകരുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ കന്നുകാലികളുടെ തീറ്റയിൽ വില വർധനവുമായി ബന്ധപ്പെട്ട്, അവരുടെ മരുന്നുമായി ബന്ധപ്പെട്ട്, പച്ചക്കറി കൃഷി കോവിഡിൻ്റെ സമയത്ത് സംഭരണം സർക്കാരിൻ്റെത് താളം തെറ്റിയ കാരണം പശുവിന് തൊഴുത്തിനകത്തേക്ക് വെള്ളരിയും കുമ്പളങ്ങയും പയറും ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ വെട്ടി അരിഞ്ഞിട്ട് കൊടുത്ത സാഹചര്യം ഉണ്ടായതും നമ്മുടെ മണ്ഡലത്തിലാണ്. അതടക്കം സഭയിൽ ചോദ്യം ഉന്നയിച്ചത്. പിന്നെ 100%. കാരണം എന്താ വെച്ചാൽ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ രമ്യ ഹരിദാസ് ഈ മണ്ഡലത്തിൽ നിന്ന് കർഷകർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന്? പെട്ടെന്ന് ചോദ്യമില്ല, പക്ഷേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു 1-ലധികം ചോദ്യങ്ങൾ രമ്യ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രമ്യ വെല്ലുവിളി ഏറ്റെടുത്തു. ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് റെക്കോർഡറാണ്, കൊടുത്ത കത്തുകൾ റെക്കോർഡറാണ്, മന്ത്രിയെ നേരിട്ട് കണ്ടത് തെളിവാണ്. വീഡിയോ ഇപ്പൊ പാർലമെന്റിനകത്തുള്ള വീഡിയോ വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിൽ ചിലപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചിലപ്പോ പാർലമെന്റ് വെച്ചാൽ ഒരു വീഡിയോ ഉണ്ടാക്കാം. പക്ഷേ ഇത് സഭയ്ക്കുള്ളിൽ സ്പീക്കർ ഇരിക്കുന്ന അങ്ങനെ നിങ്ങള് എന്റെ മണ്ഡലംകാരാണ്, അവരെ ഒന്നും അങ്ങനെ ഞാൻ അതിനകത്ത് നിങ്ങളെ എതിർക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങളുടെ മണ്ഡലം എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രമ്യ, നമ്മുടെ പാലക്കാട് മത്സരിക്കുന്നത് എ വിജയരാഘവനാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് എ വിജയരാഘവനുമായിട്ടൊരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്, ഒരു ചെറിയ വിവാദം ഉടലെടുത്ത് വരുന്നത്. അതിപ്പോഴും സജീവമായി മണ്ഡലത്തിലുണ്ട്. അന്ന് വിഷമം നേരിട്ടിരുന്നു വ്യക്തിപരമായി. അറിയാലോ അരുൺജി, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എനിക്കത് ഇപ്പം പറയുമ്പോഴും വലിയ ഒരു വിഷമമാണ്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന് ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക്, ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ആദ്യം തന്നെ പാർട്ടി തീരുമാനിക്കുമ്പോൾ വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ ഒരു എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ മാത്രമാണ് പാലക്കാടുമായിട്ടുള്ള ബന്ധം, പിന്നെ പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ പുറത്ത് ഒരു മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇത്തരം രീതിയിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശമാണ്. സത്യത്തിൽ അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കണം എന്നാണ് എൻ്റെ പാർട്ടിയും പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ചു തന്ന മുതിർന്ന ആളുകളും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മകളാകാൻ പ്രായമുള്ള ഒരാളിനെ കുറിച്ച് ഇത്തരം രീതിയിൽ പറയുമ്പോൾ ആർക്കായാലും വിഷമം തോന്നും. എനിക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത്, കാരണം അതിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയത് കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ്. അതിലെ അമ്മമാർ എത്രയോ പൂർവ്വകാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെ വിശ്വസിച്ച് ആ പാർട്ടിയെ സ്നേഹിച്ച് ഇന്നും അവരൊരു പക്ഷേ ആ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. പാർട്ടി എടുത്തിരിക്കുന്ന വ്യതിയാനങ്ങളിൽ അവർക്ക് വലിയ വേദനയുണ്ട്. കാരണം ഇന്ന് പണ്ട് തൊഴിലാളികളുടെ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മുതലാളികളുടെ പാർട്ടിയായി മാറിപ്പോയി മോളെ എന്ന് പറയുന്ന അമ്മമാരെ എനിക്ക് അന്ന് നൽകിയൊരു പിന്തുണയുണ്ട്. അതിലൊന്നും തളരണ്ട. അത് അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ടോ കണ്ടാൽ മതി. പക്ഷെ അതൊന്നും കരുതണ്ട, നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് ചേർന്ന് നിന്ന അമ്മമാരിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇല്ല. ഓക്കെ, ഒരു കാര്യം കൂടി, ഇപ്പം നമ്മൾ കോൺഗ്രസിന്റെ കാര്യം കൂടി പറയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പത്മജ പോയി, അനിൽ ആന്റണി പോയി. ഇപ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം എന്നുള്ളത് രമ്യയ്ക്ക് വോട്ട് നൽകിയാൽ രമ്യ നാളെ BJP പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? കുറിയൊക്കെ ഇട്ടേക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ആദ്യം നോക്കുന്നത് ഒരു BJP പോകാൻ സാധ്യതയുള്ള ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണോ എന്നൊരു സംശയം പരത്താൻ CPM ശ്രമിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. കാരണം അത് CPM-ന്റെ വ്യാജ പ്രചരണങ്ങളിൽ ഒന്നായിട്ട് അത് ഒതുങ്ങി മാറും. പിന്നെ രമ്യ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വിളിക്കുന്നു നരേന്ദ്രമോദി വിളിക്കുന്നു. രമ്യജി ആവോ എന്താണ് ഖാന ഖാവോ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം വിളിക്കുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള മിടുക്കുകളായിട്ടുള്ള MPമാരെല്ലാവരും കൂടി ചേർന്ന് പ്രധാനമന്ത്രി ഒരു ഭക്ഷണം നൽകിയാൽ അതിൽ പങ്കെടുക്കും? ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ ഒരു വിരുന്നിന് പോകാനോ അല്ലല്ലോ എന്നെ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത അതില് അല്ല അതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊന്ന്, ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ സന്ധ്യയ്ക്ക് നാമം ജപിച്ച് പഠിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആ വിശ്വാസവും എന്നിലുണ്ടാകും. പക്ഷെ സമാനമായ അതേ സമയം എൻ്റെ അമ്മൂമ്മ നാമം ജപിക്കണം എന്ന് പറയുന്ന അതേ സമയത്ത് അമ്മൂമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, മറ്റ് മതവിശ്വാസികൾ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന സമയം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഉച്ചഭക്ഷണത്തിന് വിളിച്ചാൽ രമ്യ ഹരിദാസ് പോകില്ല. നമ്പർ 2, BJP-യിലേക്ക് 25 കോടി രൂപ, അതാണല്ലോ അവരുടെ ഒരു ആവറേജ് ടാർഗറ്റ്. 25 കോടി രൂപ രമ്യ പറയുന്നത് ED വരില്ല. ഒരു കാര്യം പറയാം, ഇവിടെ ജീവിക്കാൻ എന്തിനാ കോടികള്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കട്ടൻ ചായ കുടിച്ച് കഞ്ഞിയും പയറും കഴിച്ചു പോകുന്ന ആ ജീവിത ശൈലി അതിൽ അങ്ങനത്തെ ഒന്നും വീഴാൻ പോകുന്നില്ല. പിന്നെ ഞാൻ വേറൊന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ സുഖ സൗകര്യങ്ങളുടെ രാഷ്ട്രീയ പന്ഥാവിൽ നടന്നു വന്ന ഒരു പൊതുപ്രവർത്തകയല്ല എന്ന് ഞാൻ ആദ്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കണ്ടു വളർന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും സമരങ്ങളിൽ, അത് KSU വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ സമരത്തിൽ പങ്കെടുത്തും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിരിക്കുന്ന പോരാട്ടങ്ങളിൽ പങ്കെടുത്തും കമ്മീഷണർ ഓഫീസിന് മുൻപിലും DD ഓഫീസിന് മുൻപിലും സമരം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സമരമുഖത്തേക്ക് കടന്നു വന്നത്. ചേട്ടാ, റിപ്പോർട്ടിന്റെ പ്രോഗ്രാമാണ്, ഇറങ്ങിപ്പോകുന്നോ? അങ്ങനെ വന്ന ഒരാളാണ്. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെത് നിങ്ങൾക്കറിയാലോ, കോഴിക്കോട് ജില്ലയിൽ കമ്മീഷൻ ഓഫീസിന്റെ മുൻപിൽ SP ഓഫീസ് മാർച്ച്, കളക്ടറേറ്റ് പടിയിൽ എത്രയോ സമരമൂത്ത്. കാരണം വെള്ളം, നമ്മുടെ അവര് വെള്ളം ഉപയോഗിച്ച് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചു, ടിയർ ഗ്യാസ് ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിച്ചു, അടിക്കാൻ നോക്കി, കൈ വലിച്ചഴയ്ക്കാൻ നോക്കിയ പല സാഹചര്യങ്ങളും കോഴിക്കോടിന്റെ തെരുവിൽ അനുഭവിച്ചു വന്ന ഒരാളാണ്. പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്ന്, എന്തിനേറെ പറയുന്നു, കൊടിമരം നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൊടിമരം നമ്മൾ നാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അങ്ങനെ തുടങ്ങി. ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ട് മുൻപ് വരെ രാഘവേട്ടൻ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ ജനകീയനായിരിക്കുന്ന MP-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്. ഒന്നും വീഴില്ല. പിന്നെ അത്തരം ഒരു സുഖ സൗകര്യങ്ങളിലൂടെ വന്ന ഒരാളല്ല ഞാൻ. വീട്ടിലേക്ക് വന്നാൽ രമ്യ എങ്ങനെയായിരിക്കും മറുപടി പറയുന്നത്? ED വന്നാൽ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ട് പോകും. ഒരു 10 രൂപ ബാങ്ക് അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. രമ്യ ഹരിദാസ് ഉള്ളപ്പോൾ ഞാൻ ആദ്യം പാട്ട് പാടിക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വേറൊരു തരത്തിലുള്ള പ്രചരണം ഉണ്ടല്ലോ, പാട്ട് പാടാനല്ല പാർലമെന്റിൽ പോകുന്നത്. പാട്ട് പാടുക എന്നുള്ളത് മോശം കാര്യമൊന്നുമല്ല. പക്ഷേ രാവിലെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ രമ്യയുടെ പ്രസംഗം പോലെ തന്നെ ഈ വോട്ടർമാർ ഏറ്റെടുത്തതാണ് രമ്യയുടെ പാട്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടുപാടുക എന്ന് പറയുന്നത് ഒരു കലാപകലുഷിതമായ കാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടാ. വേറെ കാര്യം ചോദിക്കട്ടെ, ഹിന്ദിയൊക്കെ പഠിച്ചു ശരിക്കും? ഹിന്ദി നമുക്ക് കേട്ടാൽ പിന്നെ ഇപ്പൊ നമ്മുടെ പിന്നെ നിങ്ങളിപ്പോ നടക്കുന്ന സമയത്ത് ഈ കുഴൽമന്ദത്തിന്റെ പോലും കടകളിലും തൊട്ടടുത്ത ബിൽഡിംഗ് വർക്കുകളിലും ഒക്കെ അവര് നമ്മുടെ ഭാഗമാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മുടെ രാജ്യം ഒരു എല്ലാ ഭാഷകളും, എല്ലാ വസ്ത്രരീതിയും, എല്ലാ ഭക്ഷണ രീതിയും, എല്ലാ വിശ്വാസങ്ങളും ഒക്കെ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഒരു ഭാരതത്തിനെയാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയെയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് കോൺഗ്രസ് നേടിയെടുത്തത്. ആ രാജ്യത്ത് ആർക്കും പരിചയമുള്ള ഭാഷയും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഏത് മീഡിയയും ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ പാട്ടുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, അത് കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, ഈ പുറത്തുനിന്ന് പറയുന്നവരുടെ ഒരു എന്താ പറയാ കളിയാക്കലോ അതിനൊന്നും നമ്മുടെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ഇല്ല, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഒക്കെ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത്
അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ എന്താ പറയാ മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ ചില സ്റ്റേറ്റിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ ആ സ്റ്റേറ്റിന്റെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് ചിലപ്പം പ്രതിനിധീകരിക്കുന്നവർ ചോദിക്കും പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 100% ഇങ്ങനൊരു നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. അരുൺജിക്ക് നാടൻ പാട്ടാണോ ഇഷ്ടം, പഴയ കാലത്തിലുള്ള നാടക ഗാനങ്ങളാണോ? പ്രതിപക്ഷം ഒരു കാലത്ത് പാർട്ടി വളർത്താൻ ഉപയോഗിച്ച പഴയ നാടക ഗാനങ്ങളോടാണോ താല്പര്യം, അതല്ല മണിച്ചേട്ടനെ പോലെയുള്ള ഇഷ്ടം ഏതാണെന്ന് ചോദിക്കണമല്ലോ. എന്റെ മണ്ഡലത്തില് നമ്മൾ ചെല്ലുന്ന സമയത്ത് ചില ആളുകൾ പറയും പക്ഷെ നാടക ഗാനങ്ങൾ വരാം, കാരണം ഇവിടെയൊക്കെ ഒത്തിരി നാടക ഗാനങ്ങളെ കൊണ്ട് ഇടതുപക്ഷത്തെ ശക്തി പ്രാപിപ്പിച്ച ഒരു നാടക ഗാനം കേൾക്കാം. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ, എന്തിന് നോക്കണ് ചന്ദിരാനി ഞങ്ങളെ, അയ്യോ ചന്ദിരാനി ഞങ്ങളെ. ഇത് നാടകഗാനം അരുൺജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുള്ള ചേട്ടന് നാടൻ പാട്ട് എൻ്റെത് കേട്ടതായിരിക്കും. ചേട്ടന് നാടൻ പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പലപ്പോഴും വഴിനീള പ്രചരണത്തിന് പോകുമ്പോഴും എൻ്റെ അടുത്ത് വീണ്ടും പാടാൻ ആവശ്യപ്പെട്ടൊരു പാട്ടുണ്ട്. അരുൺ ചേട്ടൻ, ഞാൻ ആ പാട്ട് പറയൂന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അതിന്റെ തൊട്ടടുത്ത വരികളിൽ നിന്നും തുടങ്ങാം. അതിന്റെ തുടക്കം ഏതാന്ന് ചേട്ടൻ പറയാം. റെഡി ആണല്ലോ അല്ലേ? ചേട്ടൻ പറയുന്ന ഉറപ്പാണ്? ഉറപ്പാണ്. ഇതുവരെ ചോദിച്ച് എല്ലാവരും ചോദിച്ച് മുൾമുനയിൽ നിർത്തുന്ന താങ്കളോട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം റെഡിയല്ലേ? റെഡിയാണ്. പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ, അല്ലേ? മിന്നാമിനുങ്ങേ മിന്നുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. ഈ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഇനി ഈ യാത്ര, അശ്വമേധം യാത്ര റിപ്പോർട്ടറിന്റെ അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു രമ്യ, താങ്ക് യു. അപ്പം മനസ്സ് നിറഞ്ഞു, നല്ല പാട്ട് കേട്ടു, നല്ല ചായ കുടിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുറേ കാര്യങ്ങൾ രമ്യോട് ചോദിക്കണം എന്ന് നേരിട്ട് തന്നെ ചോദിച്ചു. ഈ ഫണ്ടിന്റെ കാര്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടല്ലോ, ക്ലാരിറ്റി വന്നു. ചോദിച്ചിട്ടുണ്ടെന്നൊരു സംശയം, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതിലും ക്ലാരിറ്റി വന്നു. അപ്പോൾ ഉഷാറാവട്ടെ, ഈ ചൂടിനെയൊക്കെ മറികടന്നുള്ള പ്രചരണമാവട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം.